കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ കുഞ്ഞുങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണോ? എന്നാ കഥ പറയാൻ തുടങ്ങട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കുഞ്ഞുമുയലും പാട്ടുപക്ഷിയും. എന്താണ് പേര്? കുഞ്ഞുമുയലും പാട്ടുപക്ഷിയും. ഒരിക്കൽ വലിയ പച്ചക്കാടിനുള്ളിൽ കുട്ടൻ എന്നു പേരുള്ള കുഞ്ഞുമുയൽ താമസിച്ചിരുന്നു. എന്താ കുഞ്ഞുമുയലിൻ്റെ പേര്? കുട്ടൻ. കുട്ടൻ എന്താ ചെയ്യാറ് അറിയാമോ? പുല്ല് കാണുമ്പോൾ ചാടും, പൂവ് കാണുമ്പോൾ മണക്കും. അതുകൊണ്ട് എല്ലാവരും അവനെ ചാടാ പയ്യൻ എന്ന് വിളിക്കുമായിരുന്നു. ഒരു ദിവസം കുട്ടൻ പുല്ല് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ലാ 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 എന്ന് ഒരു മധുരമായ ശബ്ദം കേട്ടു. കുട്ടൻ കണ്ണുകൾ വലുതാക്കി. എൻ്റെ അമ്മോ, ആരാ ഇത്ര മധുരമായി പാടുന്നത്? അവൻ ചാടി ചാടി പോയപ്പോൾ കണ്ടത് ഒരു ചെറിയ പാട്ടുപക്ഷി മരക്കൊമ്പിലിരുന്ന് പാടിക്കൊണ്ടിരിക്കുന്നു. കുട്ടൻ പറഞ്ഞു, ഹേയ് പക്ഷിയേ, നീ എത്ര സുന്ദരമായി പാടുന്നു. ഞാൻ നിന്നെ കൂട്ടുകാരി ആക്കിക്കോട്ടെ. പാട്ടുപക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, എന്നാൽ എനിക്ക് പറക്കാനാണ് ഇഷ്ടം. നിനക്ക് ചാടാൻ മാത്രമല്ലേ അറിയൂ. നമ്മൾ എങ്ങനെ ഒരുമിച്ച് കളിക്കും? കുട്ടൻ പറഞ്ഞു, അതൊന്നും ഒരു പ്രശ്നമല്ല. നീ പറന്നുകൊണ്ടിരിക്കൂ, ഞാൻ താഴെ ചാടി വരാം. നമ്മൾ ഒരുമിച്ച് കളിക്കാൻ മാർഗം കണ്ടുപിടിക്കാം. അങ്ങനെ ദിവസവും കുട്ടനും പാട്ടുപക്ഷിയും ചേർന്ന് കളിക്കാൻ തുടങ്ങി. പാട്ടുപക്ഷി മരത്തിനു മുകളിൽ നിന്ന് പാട്ടുപാടും. കുട്ടൻ താഴെ നിന്ന് ചിരിക്കുകയും കയ്യടിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യും. ഒരു ദിവസം പാട്ടുപക്ഷി ചോദിച്ചു, കുട്ടാ, നിനക്കെന്നെ ചാടാൻ പഠിപ്പിക്കാമോ? കുട്ടൻ പറഞ്ഞു, ഹാഹാ, തീർച്ചയായും. ആദ്യം ചെറിയ ചാട്ടം നോക്കൂ. അതെ, ഇനി വലിയ ചാട്ടം. പാട്ടുപക്ഷി ചിറക് പിടിച്ചുകൊണ്ട് ചാടാൻ തുടങ്ങി. ചെറിയ ചാട്ടം, വലിയ ചാട്ടം. അവൾക്ക് വളരെ സന്തോഷമായി. ഒരു വൈകുന്നേരം കാട്ടിൽ വലിയ മഴ തുടങ്ങി. പാട്ടുപക്ഷി ചെറുകൂടിലിരുന്ന് കരഞ്ഞു. അയ്യോ, എൻ്റെ കൂടിൽ വെള്ളം നിറയുന്നു, എനിക്ക് ഭയം തോന്നുന്നു. കുട്ടൻ ഓടിക്കൂടി വന്നു. എന്നിട്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ നിന്നെ രക്ഷിക്കും. എൻ്റെ ചെറിയ മാളത്തിലുള്ള വീട്ടിലേക്ക് വരൂ. പാട്ടുപക്ഷി കുട്ടൻ്റെ വീട്ടിൽ കയറി. അവിടെ ചൂടോടെ ഇരുന്നപ്പോൾ മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു. പാട്ടുപക്ഷി പറഞ്ഞു, നന്ദി കുട്ടാ, നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ പേടിച്ചു പോയനെ. മഴ കഴിഞ്ഞപ്പോൾ ഇരു സുഹൃത്തുക്കളും പുറത്തുപോയി. കാട്ടിലെ പൂക്കൾക്ക് മീതെ മഴത്തുള്ളികൾ തിളങ്ങി. പാട്ടുപക്ഷി മനോഹരമായി പാടിത്തുടങ്ങി. ലാ 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 ലാ. കുട്ടൻ ചാടിക്കൊണ്ട് പാട്ടും കേട്ട് കളിക്കാനും തുടങ്ങി. അങ്ങനെ അവരെ സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങി. കഥയുടെ പാഠം എന്താണ്? സത്യസന്ധമായ സൗഹൃദം വ്യത്യാസങ്ങളുണ്ടായാലും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മെ സഹായിക്കും. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമായോ? ഇനിയും ഇതുപോലത്തെ കുറേ കഥകളുമായിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ. ബൈ ബൈ.